പോയി. അതായത് സീസൺ 5 വിനുസാർ PR പണിയെ എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരനോട് മാരാര് പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാര് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്ക് അറിയത്തില്ല. മാരാര് ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, ഒരാൾ കണ്ടില്ലേ, മാരാറ് കൊട്ടിയാലുണ്ടല്ലോ മാക്രി കരിയായിരിക്കും, പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യ കഴിയില്ല കേട്ടോ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ വീണ്ടും എന്താ പറയുക, ചർച്ചകൾ ആളിക്കത്തുമെന്നറിയില്ലേ. പക്ഷേ ഇത് പറയാൻ ഇവർക്ക് എന്താണ് യോഗ്യത? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ ഈ കണ്ട ആൾക്കാർ മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അനുമോൾക്ക് അത് കപ്പ് കിട്ടിയതിലും അല്ലാത്തിലും എല്ലാത്തിലും ഓക്കെ, അവരാണ് ഞാൻ വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പം അതുകൊണ്ടാണല്ലോ ഇത്രയും ധൈര്യമായിട്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മനക്കെട്ടി ഉണ്ടാവുന്നല്ലേ, അല്ലെന്ന് പറയാൻ പറ്റും. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഒരാളെ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ കാണേ. ഷീന ചേച്ചി and ശൈത്യ. അമ്മയും മകളും സൂപ്പർ. Congratulations, ഷീന and ശൈത്യ. മൊമെന്റ് വേണ്ട, ഓക്കെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു റൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ ഒരാളുടെയും ഡാൻസോ പ്യൂർലി പെർഫോമൻസ് ബേസിലാണ് നമ്മൾ ഇവിടെ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഹോൾ നമ്മൾ വാവ് ഫാക്ടർ എന്ന് പറയില്ലേ, വാവ് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പൊസിഷനിങ് നടന്നത്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്റ്റ് വേണം. അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലീസ്, നമ്മൾ ആർട്ടിസ്റ്റ്, നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, ചാൻസ്, ടൈം, മൊമെന്റ്, എന്താ പറയാ, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. കാരണം ഈ നമ്മൾ ഏറ്റവും ജാസ്തി സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കണ്ടസ്റ്റൻസിനെയാണ്. അവരുടെ പോരായ്മകളും അവരുടെ നല്ല വശം കണ്ടിട്ട് അത് ഒരാളെയും നമ്മള് എന്താ പറയാ, ഇതിന് മുമ്പേ ലിഷ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു നമ്മൾ ഷോ ക്വിറ്റ് ചെയ്യാണ്. അതെ, ഇന്നിവിടെ അവര് 5th പൊസിഷൻ തന്നപ്പോ അവര് ഷോ ക്വിറ്റ് ചെയ്യാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ഞാൻ ഒരു ജഡ്ജായിട്ടല്ല, ഞാൻ ആസ് എ പ്രേക്ഷക നിലയിൽ ഞാൻ പറയാണ്, ഐ ആം കൺഫ്യൂസ്ഡ് ആൻഡ് ഐ ആം സോറി ഷീന ചേച്ചി ആൻഡ് ശൈത്യ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഐ ആം വെരി വെരി ഹേർട്ട് ഫോർ ഡിസ്റെസ്പെക്ടിങ് ഈ ഒരു സ്റ്റേജ്. കാരണം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഇപ്പോൾ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. കാരണം അവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഷീന, ശൈത്യ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് നല്ല നല്ല പെർഫോമൻസിലൂടെ ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്, കരയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്, നല്ല മാർക്സ്, ഫുൾ മാർക്സ് ശ്വേതാജി കൊടുത്ത ആൾക്കാരാണ്. പക്ഷേ അപ്പോൾ അവർ ഇത്രയും നാളും നമ്മളോട് കാണിച്ച സ്നേഹം അതൊരു ഫേക്കായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവാണ്. ഒരു 5th പൊസിഷനിലേക്ക് ആയപ്പോഴേക്കും ഇങ്ങനെ നമ്മളെല്ലാവരും ഒറ്റയടിക്ക് വിട്ടിട്ട് അവർ ക്വിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ വേദി വിട്ട് ഇങ്ങനെ പോവാന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് കാര്യമാണ്. കണ്ടല്ലോ,
അമ്മയും മകളും എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഷോയിൽ പങ്കെടുത്തതും ഒരു സാധാരണ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ഇത്ര വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് ആദ്യം വേണ്ടത് എളിമയാണ്, ഇതുപോലുള്ള ജാടയല്ല കേട്ടോ. അത് ഒന്നാം തരം അലവലാത്തരമാണ് കാണിച്ചേക്കുന്നുള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് ലാൽ ജോസ് സാറും ശ്വേതാ മേനോനെ പോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റികൾ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്രയും ക്യൂ മെമ്പേഴ്സും ഇത്രയും പ്രോഗ്രാംസ് ഇവിടെ എത്തിച്ചേക്കുന്ന ഇവരെ മുന്നിൽ ഇവരെ ഒന്നും ഒരു എന്താ പറയുക, നമ്മൾ കാറ്റ് തൂതി പറപ്പിക്കുന്ന അപ്പൂപ്പൻ തടയുണ്ടല്ലോ, അതേപോലെ പറപ്പിച്ചിട്ട് 5th പൊസിഷനിൽ എത്തിയപ്പോഴത്തേനും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് മൊമെൻ്റ് ക്വിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടോ പറയുന്നത്. അതും പറഞ്ഞ് ഇറങ്ങി പോകാൻ നാണമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ ബിഗ് ബോസിൽ ഈ സംഭവങ്ങളും ഞാനാണ് ശരി ഞാനാണ് തെറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ, പക്ഷെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കണം. ഇത്ര വലിയ പ്രോഗ്രാമിൽ വന്നിട്ട് ഇത്രയും വലിയ ആൾക്കാരെ നിങ്ങൾ ഇത്ര വലിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്താണ് എന്നെ പറയാനുള്ളത്? ഓക്കെ, പിന്നെ അതിൽ പറയുന്ന കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും എന്താ പറയുക പൈസ മുടക്കിയിട്ടാണ്, നമുക്കൊന്നുമില്ല, 6 ലക്ഷത്തോളം പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ വന്നത്, അത് 3 ലക്ഷം മാത്രമേ പ്രൈസ് മണി ഉള്ളൂ എന്നിട്ട് പറയുന്നത്. നാണമില്ലല്ലോ സാരം. ഇത്രയും ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്ക് സാധാരണ ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കും, അത് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും വലിയ വിജയം. നമ്മൾ പിന്നെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും ഇനിയിപ്പോൾ ഒരു പേന അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കിട്ടുവാണെങ്കിൽ പോലും അതിനൊരു വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേണ്ടത്. കാര്യം അതല്ല അവരൊരു അവസാനം, അതൊരു തുടക്കം മാത്രമാണല്ലേ. അപ്പം അതിൽ നിന്നാണോ വിചാരിച്ചു വെച്ചത്. അപ്പം വെറും 3 ലക്ഷത്തിന് വേണ്ടി നമ്മൾ 6 ലക്ഷം രൂപ ചിലവാക്കി. അതിൽ ഏറ്റവും കൂടുതൽ ഹേർട്ടായ ഒരു കാര്യം കേട്ടോ, നമ്മൾ പച്ചക്കറി, അതായത് പച്ചക്കറി വിൽക്കാൻ പോലും തെരുവിൽ നടന്നു. പച്ചക്കറി വിൽക്കുന്നവർക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്, അല്ലാണ്ട് വൈറ്റ് കോളർ ജോബിന് മാത്രം ആയതുണ്ടെന്നുള്ളത് പറയാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ നാണം കെടുത്താൻ പാടില്ല. അവരും അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ജോബ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്, ആരും മുന്നിൽ കൈ നീട്ടിയിട്ടല്ല കേട്ടോ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് പറയുന്നത് കേട്ടല്ലോ, അതും ക്വിറ്റ് ചെയ്ത് നാണില്ലാതെ ഇറങ്ങിപ്പോയില്ലേ. ഇതിലും കൂടുതൽ എന്താ വേണ്ട. അപ്പം ബിഗ് ബോസിൽ ശരിക്കും ഉള്ള ടോപ്പ് 5 എങ്ങാണ്ട് എത്തിയെങ്കിൽ എൻ്റെ പൊന്നോ, ബിഗ് ബോസ് ചിലപ്പോൾ തലകീഴായി മറിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ പകുതിക്കച്ചന് പോയത് വലിയ കാര്യം. പക്ഷേ ഒരു കണക്കിന് ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അനുമോൾക്ക് കപ്പടിച്ചതിൽ പുള്ളിക്കാർക്ക് തീരെ പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അത്രയും വെറുപ്പിക്കാൻ നോക്കി, ആർക്ക് കിട്ടിയാലും പുള്ളിക്കാരത്തെ കിട്ടണ്ടെന്നുള്ള രീതിയിൽ വലിച്ചൊട്ടിക്കാൻ നോക്കിയിട്ടും പുള്ളിക്കാരി കയറി വന്നല്ലോ അല്ലേ. അതന്നെ കാര്യം. പിന്നെ ബിഗ് ബോസിനോട് ആയിക്കഴിഞ്ഞാലും എന്നെ ആയിക്കഴിഞ്ഞാലും ഇനി കുറേ ആൾ പറയാൻ മടിക്കുന്നവരാണെങ്കിലും ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, നെക്സ്റ്റ് സീസണിനെങ്കിലും മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇത്രയും വലിയ പ്രോഗ്രാം കിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയി നെഗറ്റീവായിട്ടുള്ള ഒരാൾ, അതായത് എല്ലാ മാനദണ്ഡങ്ങളും അവർ തന്നെ പറയുന്നത്, എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോൾ പറയുന്നുണ്ട്. കാര്യം ഒരാൾക്ക് മാത്രമേ വിൻ ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പോൾ അത്രയും മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. എന്നിട്ടും ഈ ഇത്തരത്തിലുള്ള തെമ്മാടത്തരം കാണിക്കുന്ന ഇവരെ പോലുള്ളവരെ ബിഗ് ബോസിലൊക്കെ അല്ലേ എന്തിനു വേണ്ടി എടുക്കുന്നു? ബിഗ് ബോസിൽ ഇത്തവണ വന്നതിൽ കുറേ പേര് അടിപൊളി കണ്ടസ്റ്റൻസ് ഉണ്ട്, എന്നാൽ അതിൽ ചുരുക്കം പേർ ഇതുപോലെ ഒന്നിനും കൊള്ളാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കണ്ടസ്റ്റുകളെ ഇനിയും എടുക്കണം, പ്രത്യേകിച്ച് ഇതുപോലെ നെഗറ്റീവ് വന്നിട്ടുള്ളവരെ. അത്തരത്തിലുള്ള വരുമ്പോഴാണ് നമ്മുടെ ഷോ കാര്യങ്ങൾക്കും ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് ഇതിൽ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലാൽ ജോസിൻ്റെ പ്രോഗ്രാമിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഞാനായി കഴിഞ്ഞാൽ ഒരു വലിയ പ്രോഗ്രാം നടത്തുന്നത്, അപ്പോൾ അതിൽ 22ഓളം പേരുണ്ടായിട്ടും അവരോട് ഞാൻ പറയാനും ഒരാൾക്ക് ഇതിൽ വിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് ആ ഒരാൾ എന്താ പറയുക, ആ ഒരു തുടക്കം മാത്രം എന്ന് പറയുന്നില്ല, ബാക്കി എല്ലാവർക്കും അവസരങ്ങളുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് ഞാനും ആ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ ആക്ട്രസ് അനുശ്രീ പാട്ടുണ്ടായ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ പറയുക, പുള്ളി പറഞ്ഞാൽ എനിക്കിതിൽ ഫസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല, പക്ഷേ എന്താ ഒന്നിക്കിൽ ലാൽ സാറിൻ്റെ സിനിമയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഷോസ് കാണുന്ന ഒത്തിരി ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഏതെങ്കിലും സിനിമയിലൊക്കെ എനിക്ക് ചാൻസ് കിട്ടുന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യം അതിൽ വിൻ ചെയ്ത ആളോ അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന ആൾക്കാരോ ഇപ്പോൾ ഒരു പൊട്ടി പോലും കാണാറില്ല. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആരാണ്? നമ്മൾ ആക്ട്രസ് അനുശ്രീ അല്ലേ. അപ്പോൾ അതന്നെയാണ് ഒരു കലാകാരനുണ്ട്. കാര്യം നമ്മൾ എത്രയും വലിയ സ്റ്റേജ് എത്തിയാൽ മാക്സിമം അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്ത് അവരെ വലിച്ചൊട്ടിച്ച് ഒരു ചവറ്റോട്ടിൽ എറിയും പോലെ എറിഞ്ഞിട്ടുണ്ടല്ലോ, വലിയ ഇറങ്ങിപ്പോക്ക് കാണിച്ച് ഹീറോയിസം കാണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒരു മണ്ണാങ്കട്ടി കിട്ടാൻ പോകുന്നില്ല.
ഇത് ഞാൻ പറയണമെന്ന് ചോദിച്ചൊന്നുമല്ല കേട്ടോ, സത്യം പറയച്ച പുള്ളിക്കാരത്തെ വീര്യം ഇട്ട് എല്ലാവരും ഇങ്ങനെ വെറുപ്പിക്കും. കാര്യം പുള്ളിയുടെ ഭാഗത്ത് മാത്രം എന്തോ വലിയ കാര്യങ്ങൾ നടക്കുവാണ്, പുള്ളി ചെയ്യുന്നത് മാത്രമാണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാം ഒരുമാതിരി മണ്ടന്മാർ. ഓക്കെ, അപ്പോൾ നമ്മളെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെ ഭാഗത്തുള്ള ശരികളും അത് ന്യായീകരിക്കണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ അമൃത TV നടന്ന അമ്മയും മകൾ എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റും? ഇപ്പം അതിനുശേഷം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, കരഞ്ഞ് ഇതൊക്കെയായി പറഞ്ഞാലും അങ്ങനെയൊന്നും സിമ്പതി ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ ചെയ്ത തെറ്റ് ഒരിക്കലും നമുക്കത് ആർക്കായിക്കഴിഞ്ഞാലും അത്തരത്തിലൊരു വലിയ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റുന്ന കാര്യം നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതായിക്കഴിഞ്ഞാലും എനിക്കിപ്പോൾ നിങ്ങളല്ലേ ഷെയർ ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ കുറേ ദിവസമായിട്ട് വെറുപ്പിക്കലിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളടുത്ത് ഇത് ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രമേ ഞാനിങ്ങനെ വീഡിയോയിൽ വന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് യോജിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയാമല്ലോ ബാക്കിയുള്ളവർക്കൂടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.